എല്ലാവർക്കും നമസ്കാരം. ശരത് സാറാണ്. സോ ലീനിയർ ഇനിക്വാളിറ്റി എന്ന +1 ചാപ്റ്ററിൽ നിന്നും ഇനി വരാൻ പോകുന്ന പബ്ലിക് എക്സാമിന് 100% ഉറപ്പുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഒരു ലീനിയർ ഇനിക്വാളിറ്റി സോൾവ് ചെയ്യാൻ. കാരണം ഗ്രാഫിക്കൽ സൊല്യൂഷൻ അക്കോർഡിംഗ് ടു ഡിലീറ്റഡ് ടോപ്പിക്സ് ഗ്രാഫിക്കൽ സൊല്യൂഷൻ നമുക്കില്ല. അത് ശരിക്കും പറഞ്ഞാൽ ഒരു പ്രശ്നമാണ്. വളരെ നിഷ്പ്രയാസം 6 മാർക്ക് കിട്ടുന്ന ഒരു ചോദ്യമാണ് നമ്മുടെ കൺമുന്നിൽ നിന്ന് പോയത്. അതുകൊണ്ട് തന്നെ തീർച്ചയായും ഒരു ന്യൂമറിക്കലായിട്ടുള്ള രീതിയിൽ ഓൾജിബ്രായിക് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ നമുക്ക് കണ്ടെത്തണം. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ ഓൾജിബ്രായിക് ആയിട്ടുള്ള പ്രോബ്ലംസ് ഇനിക്വാളിറ്റി നമുക്ക് ചെയ്യാനുണ്ട്. സൊല്യൂഷൻ സോ നോർമലി എങ്ങനെയാണ് ഒരു ഓൾജിബ്രായിക് ഇക്വേഷൻ നമ്മൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ ചെയ്ത് സോൾവ് ചെയ്യുന്നത്, അതേപോലെ തന്നെ സോൾവ് ചെയ്തെടുക്കുക. സോ അപ്പോൾ നമുക്ക് നേരെ ഇതിന്റെ സൊല്യൂഷന്റെ പരിപാടിയിലേക്ക് കയറാം. ഇത് ഉറപ്പ് ക്വസ്റ്റൻ ആണ്, നല്ല അടിപൊളിയായിട്ട് ചെയ്ത് പഠിച്ചോണം. 5 - 2x/3 ≤ ഇവിടെ ഒരു by 1 കൊടുത്ത് ക്രോസ് ചെയ്താൽ x - IR 30/6 ശരിയല്ലേ? ഇനി ഇതാണ്ട് ഒരു 3ഉം 6ഉം കൂടെ വെട്ടിയാൽ ഇവിടെ 2 വരും. ശരിയാണല്ലോ? ഇനി 2 നേരെ ഇടത്തോട്ട് ക്രോസ് ചെയ്തേ. 2 × 5 - 2x ≤ x - 30. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ 10 - 4x ≤ x - 30. ക്ലിയർ? സോ -4x ഇവിടെ ഇടാം, +x ഇപ്പുറം എടുക്കുമ്പോൾ -x ≤ -30 അവിടെ ഉണ്ട്, +10 ഇപ്പുറം പോകുമ്പോൾ -10. ഓക്കെ, -4x - x -5x ≤ -30 -10 -40. ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ അതാണ്ട് എക്സിന്റെ കൂടെ ഒരു മൈനസ് ഉണ്ട്. മൈനസ് ഒഴിവാക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ത്രൂ ഔട്ട് ഒരു നെഗറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ത്രൂ ഔട്ട് ഒരു നെഗറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇനിക്വാളിറ്റിയുടെ സൈൻ റിവേഴ്സ് ചെയ്യും എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? സോ ത്രൂ ഔട്ട് നെഗറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ -5x + 5x ആവും, > > ആവും, -40 + 40 ആവും. ഓക്കെ, സോ അവിടുന്ന് x > 5 ഇപ്പുറം കൊണ്ട് ഹരിച്ചാൽ 40/5. സോ x > 8. സോ ഇതാണ് നമ്മുടെ സൊല്യൂഷൻ. ഓക്കെ, ഇത് നമ്മൾ ബ്രാക്കറ്റിന്റെ ഭാഷയിൽ കൂടെ ഈ സൊല്യൂഷൻ ഒന്ന് എഴുതണം. x ബിലോങ്സ് ടു ഈക്വൽ ടു ഉള്ളത് കൊണ്ട് 8ന്റെ അവിടെ ക്ലോസ്ഡ് ഇന്റർവെൽ, 8 മുതൽ ഇൻഫിനിറ്റി വരെ, 8നേക്കാൾ വലിയ ഏത് വാല്യൂ എക്സിന് വരാം അല്ലേ? സോ x ബിലോങ്സ് ടു ക്ലോസ്ഡ് ഇന്റർവെൽ 8 to ഓപ്പൺ ഇന്റർവെൽ ഇൻഫിനിറ്റി. ഓപ്പൺ ഇന്റർവെൽ ഇൻഫിനിറ്റി, ക്ലോസ്ഡ് ഇന്റർവെൽ 8 to ഓപ്പൺ ഇന്റർവെൽ ഇൻഫിനിറ്റി. 8 മുതൽ അങ്ങോട്ട് ഇൻഫിനിറ്റി വരെ ഏത് ഉത്തരം വേണമെങ്കിലും എടുക്കാം. ഇൻഫിനിറ്റി ഈസ് ഓൾവേസ് ഓപ്പൺ ബ്രാക്കറ്റ്. ഇവിടെ ഈക്വൽ ടു ഉള്ളത് കൊണ്ട് ക്ലോസ്ഡ് ബ്രാക്കറ്റ്. സപ്പോസ് ഈക്വൽ ടു ഇല്ലായിരുന്നെങ്കിൽ ഇവിടെയും നമ്മൾ ഇപ്പുറത്ത് യൂസ് ചെയ്ത അതേ ഓപ്പൺ ബ്രാക്കറ്റ് തന്നെയായിരുന്നു യൂസ് ചെയ്യേണ്ടിയിരുന്നത്. ഓക്കെ, സോ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഈ ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻ 100% നിങ്ങൾക്ക് വരാൻ പോകുന്ന പബ്ലിക് എക്സാമിന് പ്രതീക്ഷിക്കാം. സിമിലർ ആയിട്ടുള്ള മറ്റൊരു ചോദ്യം നോക്കാം. സോ അപ്പോൾ അതേപോലെ തന്നെ ഇനിക്വാളിറ്റിയിൽ നിന്ന് നമ്മൾ പബ്ലിക് എക്സാമിന് പ്രതീക്ഷിക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇതേപോലെ ഒരു ഇനിക്വാളിറ്റി സോൾവ് ചെയ്തിട്ട് ആ സൊല്യൂഷൻ നമ്പർ ലൈനിൽ റെപ്രസെന്റ് ചെയ്യാനുള്ള ചോദ്യം. Solve 7x + 3 < 5x + 9. Show the graph of the solution on number line. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. വളരെ സിമ്പിൾ ആയിട്ട് പഠിക്കാം. 7x + 3 < 5x + 9. സോ 7x 5x ഇപ്പുറം വരുമ്പോൾ -5x < 9 +3 ഇപ്പുറം വരുമ്പോൾ -3. 7x നിന്ന് 5x പോയാൽ 2x < 9 നിന്ന് 3 പോയാൽ 6. അവിടുന്ന് x ഇവിടെ 2 ഇപ്പുറം കൊണ്ട് ഹരിക്കുക, 6/2, x < 3. ഓക്കെ, x < 3 ആണ് നമ്മുടെ സൊല്യൂഷൻ. അത് ഇന്റർവെലിന്റെ ഭാഷയിൽ എനിക്ക് എങ്ങനെ എഴുതാം? x ബിലോങ്സ് ടു -∞ മുതൽ 3 വരെ അല്ലെ? -∞ മുതൽ 3 വരെ. ഇൻഫിനിറ്റി ഈസ് ഓൾവേസ് ഓപ്പൺ ബ്രാക്കറ്റ്. ഇവിടെ ഇൻക്ലൂഡിംഗ് അല്ല, ഈക്വൽ ടു ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ക്ലോസ്ഡ് കൊടുത്തേനെ. ഈക്വൽ ടു ഇല്ലാത്തത് കൊണ്ട് ഞാൻ എന്ത് ചെയ്യണം? ഓപ്പൺ ബ്രാക്കറ്റ്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സോ ഇതാണ് നമ്മുടെ സൊല്യൂഷൻ. ഈ സൊല്യൂഷൻ നമ്മൾ നമ്പർ ലൈനിൽ കാണിക്കണം. അതിനുവേണ്ടി ജസ്റ്റ് ഞാൻ എന്ത് ചെയ്യാണ്? ഒരു നമ്പർ ലൈൻ വരയ്ക്കുകയാണ്. 0 1 2 3 4 5 6 -1 -2 -3 -4. ഓക്കെ, സോ ഇവിടെ പരാമർശിക്കുന്ന നമ്പർ x < 3 ആണ്. അപ്പോൾ ഞാൻ 3യുടെ അവിടെ ഒരു സർക്കിൾ ചെയ്യും. ഒരു സർക്കിൾ ഇങ്ങനെ വരും. ഓക്കെ, ഇനി അത് കറുപ്പിക്കണോ വേണ്ടേ എന്നതാണ് നമ്മൾ, അത് ഡാർക്കൺ ചെയ്യണോ വേണ്ടേ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ ഈക്വൽ ടു ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഈ സർക്കിളിൻ്റെ അകം താണ്ട് ഇങ്ങനെ കറുപ്പിച്ചേനെ. <= ഇൻക്ലൂഡിങ് ആയിരുന്നെങ്കിൽ, പക്ഷെ ഇവിടെ ഈക്വൽ ടു ഇല്ല. അപ്പോൾ ഈ സർക്കിളിൻ്റെ അകം കറുപ്പിക്കാൻ പാടില്ല, അതുകൊണ്ട് ഇങ്ങനെ തന്നെ കിടക്കണം. ഓക്കെ,
ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സെറ്റ് അല്ലേ? ഇനി ഈ പരാമർശിച്ച 3 എന്ന് പറയുന്ന പോയിന്റിന്റെ വലത്തോട്ടാണോ ഇടത്തോട്ടാണോ ഫീസിബിൾ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സോ -∞ മുതൽ 3 വരെ, ഇത് -∞ ആണ്, ഇത് +∞ ആണ്. -∞ മുതൽ 3 വരെ. അപ്പോൾ അതാണ്ട് ഈ കാണുന്ന ഈ പോർഷനാണ് നമ്മുടെ ഫീസിബിൾ റീജിയൻ. അതൊന്ന് ഇങ്ങനെ കറുപ്പിച്ച് വരയ്ക്കണം. ഓക്കെ, മറ്റേതൊരു തിൻ ലൈനും ഇപ്പുറത്ത് വരയ്ക്കുന്ന ഒരു തിക്ക് ലൈനും ആയിരിക്കണം. ഇവിടെ തിന്നും ഇവിടെ തിക്കും. ഓക്കെ, സോ ഇതാണ് നമ്മുടെ സൊല്യൂഷൻ. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇങ്ങനെയാണ് സൊല്യൂഷൻ നമ്മൾ എവിടെ റെപ്രസെൻറ്റ് ചെയ്യുക? നമ്പർ ലൈനിൽ റെപ്രസെൻറ്റ് ചെയ്യുക. ഓക്കെ, സെറ്റാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ക്വസ്റ്റ്യനും പരീക്ഷയ്ക്ക് വളരെയധികം പ്രാധാന്യാർഹിതമാണ്, പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യമാണ്. ഓക്കെ, അപ്പോൾ ഇനിക്വാളിറ്റിയിലെ പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള 2 അടിപൊളി ക്വസ്റ്റ്യൻസ് അടിപൊളിയായിട്ട് നിങ്ങൾ പഠിച്ചു എന്ന് വിചാരിക്കുന്നു. ഇതേപോലെ ഫലപ്രദമായ കൂടുതൽ വീഡിയോസുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അണ്ടിൽ ദെൻ ടാറ്റ, ബൈ ബൈ, സീ യു.